ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൾ മാസ്റ്റർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ക്ലാസ് 10 ഫിസിക്സിൻ്റെ ആൻസർ കീ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് 60 ഡിഗ്രി ആണ്. അത് n=360/π-1 എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് ചെയ്താൽ നമുക്ക് 60 ഡിഗ്രി എന്ന് കിട്ടും. ഇനി രണ്ടാമത്തേൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്. ബോത്ത് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ കറന്റ് ചേഞ്ചസ്. മൂന്നാമത്തേൻ്റെ ആൻസർ വരുന്നത് പ്ലെയിൻ മിറർ ഇല്ലെങ്കിൽ സമതല ദർപ്പണം. നാലാമത്തേൻ്റെ ആൻസർ വരുന്നത് 50 ഹെർട്സ്. അഞ്ചാമത്തേൻ്റെ ആൻസർ വരുന്നത് പവർ. ആറാമത്തേൻ്റെ ആൻസർ വരുന്നത് എ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ദ ബൾബ് ഇൻ ദ സർക്യൂട്ട് 2 will give maximum brightness and bulb in the circuit 3 will give least brightness. സർക്യൂട്ട് 2 ബൾബ് ഏറ്റവും നന്നായി പ്രകാശിക്കും. സർക്യൂട്ട് 3 ബൾബിൻ്റെ പ്രകാശ തീവ്രത ഏറ്റവും കുറവായിരിക്കും. ഇനി ബിൻ്റെ ആൻസർ വരുന്നത് ഇൻ സർക്യൂട്ട് 2 the coil will act as a resistor instead of inductor, but in the circuit 3 the coil is connected to an AC source, so it will act as an inductor. So by self induction the resultant voltage across the bulb is minimized and the brightness of the bulb is also reduced. Moreover, a soft iron core is also inserted in the circuit 3, further enhances the self induction and back EMF. സർക്യൂട്ട് 2 കമ്പിച്ചുരുൾ സാധാരണ പ്രതിരോധത്തെ പോലെ പ്രവർത്തിക്കുന്നു. എന്നാൽ സർക്യൂട്ട് 3 കമ്പിച്ചുരുൾ AC സ്രോതസ്സിൽ ഇൻഡക്ടറായി പ്രവർത്തിക്കുകയും സെൽഫ് ഇൻഡക്ഷൻ കാരണം ബാക്ക് EMF ഉണ്ടാവുകയും പച്ചിരുമ്പ് ഈ ബാക്ക് EMF കൂടാൻ സഹായിക്കുന്നു. തൽഫലമായി ബൾബിൻ്റെ സഫല വോൾട്ടത കുറയുകയും ബൾബിൻ്റെ പ്രകാശ തീവ്രത കുറയുകയും ചെയ്യുന്നു. ഇനി ഏഴാമത്തേല് എന്റെ ആൻസർ വരുന്നത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ അപവർത്തനം. ബിന്റെ ആൻസർ വരുന്നത് ഡിഫറൻസ് ഇൻ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് എഴുതാം. പ്രകാശിക സാന്ദ്രതയിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഇല്ലെങ്കിൽ മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കം. ഇനി എട്ടാമത്തേൻ്റെ ആൻസർ നോക്കാം. എട്ടാമത്തേല് കോൺവെക്സ് മിററിൽ വരുന്നത് always form diminished images between F and P. കോൺവെക്സ് ദർപ്പണം എല്ലായ്പ്പോഴും മിഥ്യാ പ്രതിബിംബം ഉണ്ടാക്കുന്നു. പ്രതിബിംബം എഫിനും പിക്കും ഇടയിൽ ഉണ്ടാകുന്നു. ഇനി കോൺകേവ് മിററാണ്. കോൺകേവ് മിററിൽ ക്യാൻ ഫോം റിയൽ ഓർ വെർച്വൽ ഇമേജസ്, ക്യാൻ ഫോം എ വെർച്വൽ ആൻഡ് മാഗ്നിഫൈഡ് ഇമേജ് ദാൻ ദാറ്റ് ഓഫ് ഒബ്ജക്റ്റ്. യഥാർത്ഥവും മിഥ്യയുമായ പ്രതിബിംബങ്ങൾ ഉണ്ടാക്കുന്നു. മിഥ്യയും വലുതുമായ പ്രതിബിംബങ്ങൾ ഉണ്ടാക്കുന്നു. ഇനി ഒമ്പതാമത്തതാണ്. അതിൽ എന്റെ ആൻസർ വരുന്നത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഇമാജിൻ എ കണ്ടക്ടർ മൂവിംഗ് പെർപെൻഡിക്കുലർ ടു എ മാഗ്നറ്റിക് ഫീൽഡ്. സ്ട്രെച്ച് ദ forefinger, middle finger and thumb of the right hand in mutually perpendicular direction. If the forefinger represents the direction of magnetic field and the thumb represents the direction of motion of the conductor, then the middle finger represents the direction of current. ഫ്ലെമിങ്ങിന്റെ വലതുകൈ നിയമം. ഒരു ചാലകത്തെ കാന്തിക മണ്ഡലത്തിന് ലംബമായി ചലിപ്പിക്കുന്നു എന്ന് കരുതുക. വലതുകൈയിലെ തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ എന്നിവ ഓരോന്നും പരസ്പരം ലംബമായി വരത്തക്ക വിധം നിവർത്തുക. ഇതിൽ ചൂണ്ടുവിരൽ കാന്തിക മണ്ഡലത്തിന്റെ ദിശയെയും തള്ളവിരൽ ചാലകത്തിന്റെ ചലനദിശയെയും സൂചിപ്പിക്കുന്നുവെങ്കിൽ നടുവിരൽ പ്രേരിത വൈദ്യുതിയുടെ ദിശയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ബിന്റെ ആൻസർ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. പത്താമത്തേലെ എന്റെ ആൻസർ വരുന്നത് പവർ ഇൻ പ്രൈമറി ഇസ് ഈക്വൽ ടു പവർ ഇൻ സെക്കൻഡറി. അപ്പോൾ IS ഇസ് ഈക്വൽ ടു PS/VS എന്ന് കിട്ടും. സോ 24/12 ഇസ് ഈക്വൽ ടു 2 ആംപിയർ എന്ന് നമുക്ക് കറണ്ട് കിട്ടും. ബിന്റെ ആൻസർ വരുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഇനി 11ാമത്തേൻ്റെ എന്റെ ആൻസർ നോക്കാം. ദ പിൻ E ഓഫ് എ 3-pin plug comes into contact with the earth line. This pin is now connected to the body of the appliance. If
At all the body comes into contact with an electric connection, electricity flows to the earth through the earth wire. The flow of current through a circuit of low resistance increases the current. As a result, heat generated in the fuse wire increases and the circuit gets broken. This ensures the safety of instrument and the person handling it. ഇനി ബിയിൽ ആൻസർ റേസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി ബൈ മസാജിങ്, ഗിവ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. അത് ഏതെങ്കിലും എഴുതാം. എൻ്റെ മലയാളം വരുന്നത് 3 പിൻ പ്ലഗിലെ ഇ എന്ന പിൻ എർത്ത് ലൈനുമായി സമ്പർക്കത്തിൽ വരുന്നു. ഈ പിൻ ഉപകരണത്തിന്റെ ചട്ടക്കൂടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ ഏതെങ്കിലും കാരണത്താൽ ചട്ടക്കൂടിന് വൈദ്യുതി ബന്ധം വരുകയാണെങ്കിൽ വൈദ്യുതി എർത്ത് വയറിലൂടെ ഭൂമിയിലേക്ക് ഒഴുകുന്നു. എർത്ത് വയർ കനം കൂടിയതിനാൽ പ്രതിരോധം കുറഞ്ഞ സർക്യൂട്ടിലൂടെ ഭൂമിയിലേക്കുള്ള വൈദ്യുതിയുടെ ഒഴുക്കിന്റെ തീവ്രത കൂടുന്നു. തന്മൂലം ഫ്യൂസ് വയറിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപം വർദ്ധിച്ച് ഫ്യൂസ് വയർ ഉരുകുകയോ ELCB പ്രവർത്തിച്ചോ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് ഉപകരണത്തിൻ്റെയും അത് ഉപയോഗിക്കുന്ന ആളിൻ്റെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നു. ഇനി ബിയുടെ ആൻസർ ശരീര താപനില വർദ്ധിപ്പിക്കുക, കൃത്രിമ ശ്വാസം നൽകുക. അത് ഏത് എഴുതാം. 12ാമത്തേൻ്റെ ആൻസർ നോക്കാം. വോൾട്ടേജ V is equal to 200 വോൾട്ട്. വൈദ്യുത പ്രവാഹ തീവ്രത I is equal to 0.2 ആംപിയർ. വയറിൻ്റെ പ്രതിരോധം R is equal to V/I വെച്ചിട്ടാകുമ്പോൾ 1000 ഓം എന്ന് കിട്ടി. വയറിനെ 2 തുല്യ ഭാഗങ്ങളായി മുറിക്കുമ്പോൾ പ്രതിരോധം പകുതിയാകുന്നു, 500 ഓം. വയറുകളെ സമാന്തര രീതിയിൽ ഘടിപ്പിക്കുമ്പോൾ R 500/2 250 ഓം ആയിട്ട് മാറുന്നു. പവർ അപ്പോൾ V²/R ചെയ്യുമ്പോൾ നമുക്ക് 160 വോട്ട് എന്ന് കിട്ടും. ഇനി 13ാമത്തേൻ്റെ ആൻസർ നോക്കാം. അതിൽ എൻ്റെ ആൻസർ വരുന്നത് 13ാമത്തേൻ്റെ എ വരുന്നത് ശൂന്യത, ജലം, ഗ്ലാസ്, ഡയമണ്ട്. അത് അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ചെറുതുനിന്ന് വലുതിലേക്ക് പോകുന്ന പോലെയാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് വാക്യൂം, വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട് എന്ന് കിട്ടും. 13ാമത്തേൻ്റെ ബി വരുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ. നമുക്ക് 9/8 എന്ന് കിട്ടും. അതെങ്ങനെയെന്ന് വെച്ചാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ്. അപ്പോൾ 2.25 × 10⁸ ഡിവൈഡഡ് ബൈ 2 × 10⁸ കിട്ടും. അപ്പോൾ 225 ഡിവൈഡഡ് ബൈ 200 എന്ന് കിട്ടും. അപ്പോൾ അത് 9/8 എന്ന് കിട്ടും. ജലത്തെ അപേക്ഷിച്ച് ഗ്ലാസിന്റെ അപവർത്തനാങ്കം കണ്ടുപിടിക്കാനായിട്ട് ജലത്തിലെ പ്രകാശത്തിന്റെ വേഗതയെ ഗ്ലാസ്സിലെ പ്രകാശത്തിന്റെ വേഗതയായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി, ഹരിച്ചാൽ മതി. അപ്പോൾ നമുക്ക് 9/8 എന്ന് കിട്ടും. ഇനി സീൻ്റെ ആൻസർ വരുന്നത് കേവല അപവർത്തനാങ്കം. ശൂന്യതയെ അപേക്ഷിച്ച് ഒരു മാധ്യമത്തിന്റെ അപവർത്തനാങ്കത്തെ കേവല അപവർത്തനാങ്കം എന്ന് പറയുന്നു. Absolute refractive index is defined as the ratio of speed of light in vacuum to speed of light in a given medium. ഇനി 14ാമത്തേൻ്റെ എൻ്റെ ആൻസർ വരുന്നത് കോൺകേവ് മിറർ, കോൺകേവ് ദർപ്പണം. ബിൻ്റെ ആൻസർ വരുന്നത് പ്രിൻസിപ്പൽ ഫോക്കസ് ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് പാരലൽ ബീംസ് ഓഫ് ലൈറ്റ് റേസ്. മുഖ്യ ഫോക്കസ്, കാരണം മുഖ്യ ഫോക്കസിൽ വെക്കുന്ന വസ്തുവിൽ നിന്ന് വരുന്ന പ്രകാശം സമാന്തര പ്രകാശിക രശ്മികളെ ഉണ്ടാക്കുന്നു. ഇത് ഹെഡ്ലൈറ്റായി വളരെ ദൂരേക്ക് സഞ്ചരിക്കുന്നു. ഇനി സീൻ്റെ ആൻസർ വരുന്നത് കോൺവെക്സ് മിറർ, കോൺവെക്സ് ദർപ്പണം. ഇനി 15ാമത്തേൽ ഇൻകാൻഡസൻ ലാമ്പ്. ടങ്സ്റ്റൺ, എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ് ഇൻ വൈറ്റ് ഹോട്ട് കണ്ടീഷൻ. ഇൻകാൻഡസൻ ലാമ്പ്, ടങ്സ്റ്റൺ, ചുട്ടുപഴുത്ത് ധവളപ്രകാശം പുറത്തുവിടുന്നു. സേഫ്റ്റി ഫ്യൂസ്, അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ്, ലോ മെൽറ്റിംഗ് പോയിന്റ്. സേഫ്റ്റി ഫ്യൂസ്, ടിന്നിൻ്റെയും ലെഡിൻ്റെയും ലോഹസങ്കരം, താഴ്ന്ന ദ്രവണാങ്കം. ഇലക്ട്രിക് ഹീറ്റർ, നിക്രോം, എബിലിറ്റി ടു റിമെയിൻ ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം. ഇലക്ട്രിക് ഹീറ്റർ, നിക്രോം, ചുവന്ന് ചുട്ടുപഴുത്ത അവസ്ഥയിൽ ദീർഘനേരം നിൽക്കുന്നു. ഇനി 16ാമത്തെയാണ്. അതിൽ എ ഫോക്കൽ ലെങ്ത് ഇല്ലെങ്കിൽ ഫോക്കൽ ദൂരം വരുന്നത് -15 ആണ് സെൻറ്റിമീറ്റർ.
ഇനി ചോദിച്ചത് ബി, ഡിസ്റ്റൻസ് ഓഫ് ദ ഇമേജ് ഫ്രം ദ മിറർ, പ്രതിബിംബത്തിലേക്കുള്ള ദൂരം. വി ഇസ് ഈക്വൽ ടു യു വി ബൈ യു മൈനസ് വി വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് -20 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. സി, ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഇല്ലെങ്കിൽ പ്രതിബിംബത്തിൻ്റെ ഉയരം. അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് മാഗ്നിഫിക്കേഷൻ വേണം. മാഗ്നിഫിക്കേഷൻ -v ബൈ യു ചെയ്യുമ്പോൾ നമുക്ക് -1/3 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ HI is equal to m into HO ചെയ്താൽ നമുക്ക് -4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി 17ാമത്തതാണ്. അതിൽ എ, പി വരുന്നത് ഡയഫ്രം, ക്യൂ വരുന്നത് വോയിസ് കോയിൽ. ഇനി ബിൻ്റെ ആൻസർ വരുന്നത് വൈദ്യുത കാന്തിക പ്രേരണം ഇല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇനി സിൻ്റെ ആൻസർ വരുന്നത് the voice coil is situated in a magnetic field. The diaphragm is connected to voice coil, vibrates in accordance with the sound waves falling on it. As a result, electric signals corresponding to the sound waves are generated in the voice coil. In the microphone, mechanical energy is converted into electrical energy. കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന വോയിസ് കോയിൽ അതിനോട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഡയഫ്രത്തിൽ പതിക്കുന്ന ശബ്ദ തരംഗങ്ങൾക്കനുസൃതമായി കമ്പനം ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായി വോയിസ് കോയിലിൽ ശബ്ദത്തിനനുസൃതമായി വൈദ്യുത സിഗ്നലുകൾ ഉണ്ടാകുന്നു. മൈക്രോഫോണിൽ യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. 18ാമത്തേൽ എൻ്റെ ആൻസർ വരുന്നത് ചിത്രം വരയ്ക്കാനാണ്. ഈ ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ 42 ഡിഗ്രി ആണ്, പക്ഷേ അത് 46 ആയിട്ടാണ് തന്നത്. അതായത് റിഫ്രാക്ഷൻ നടക്കില്ല. കൂടുതലായതുകൊണ്ട് തന്നെ 42 ഡിഗ്രീനേക്കാളും കൂടുതലായതുകൊണ്ട് തന്നെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഇല്ലെങ്കിൽ പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കും. അപ്പോൾ അതാണ് ബീൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അതാണ് എ, ആ ചിത്രം വരക്കാനാണ് പറഞ്ഞത്. ഇനി സിൻ്റെ ആൻസർ വരുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് യൂസ്ഡ് ഇൻ എൻഡോസ്കോപ്പി. അതിലാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിൽ ഉപയോഗിക്കുന്നു. മെഡിക്കൽ രംഗത്ത് എൻഡോസ്കോപ്പിൽ ഉപയോഗിക്കുന്നു. 19ാമത്തേൽ എൻ്റെ ആൻസർ വരുന്നത് വാട്ട് അവർ മീറ്റർ. ബീൻ്റെ ആൻസർ നോക്കാം. 5 LED ബൾബുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന വൈദ്യുതോർജ്ജം. 5 LED ബൾബിൻ്റെ എനർജി കൺസപ്ഷനാണ് 0.5 യൂണിറ്റ്. ഒരു ലാപ്ടോപ്പിൻ്റെത് വരുന്നത് 0.1 യൂണിറ്റ് ആണ്. അങ്ങനെയെങ്കിൽ ആകെ ഒരു ദിവസത്തേത് ഇല്ലെങ്കിൽ ടോട്ടൽ നമുക്ക് 0.6 യൂണിറ്റ് എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 1 മന്തിൻ്റെ കണ്ടുപിടിക്കണമെങ്കിൽ 0.6 × 30 ചെയ്താൽ 18 യൂണിറ്റ് എന്ന് കിട്ടും. ഒരു മാസത്തെ വൈദ്യുതോർജ്ജം 18 യൂണിറ്റ് എന്ന് കിട്ടും. ഇനി 20ാമത്തേൽ എൻ്റെ ആൻസർ വരുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ബീൻ്റെ ആൻസർ വരുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ. സിൻ്റെ ആൻസർ വരുന്നത് സെക്കൻഡറി കോയിലിൽ കട്ടി കൂടിയ കമ്പിച്ചുരുൾ ഉപയോഗിക്കാൻ കാരണം സെക്കൻഡറിയിൽ കൂടുതൽ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അവ ഉരുകിപ്പോകാൻ ഇടയുണ്ട്. ജൂൾ നിയമപ്രകാരം വൈദ്യുതി കൂടുമ്പോൾ താപത്തിൻ്റെ അളവും കൂടുന്നു. സിൻസ് ദ സെക്കൻഡറി കോയിൽ ക്യാരീസ് മോർ കറന്റ് according to Joule's law, more heat is produced. It will lead to melting of wire. In order to prevent burning of the wire, thick copper wires are used in secondary coil. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.